ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കാണ്. ഈ ചോക്ലേറ്റ് കേക്കിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് മൈദ 1 കപ്പ് പ്ലസ് ഗോതമ്പ് പൊടി 1/4 കപ്പ്, പിന്നെ ഷുഗർ, പൊടിച്ച ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, അത് 1/2 കപ്പ്. ഷുഗർ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ആയിക്കോളൂ അതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് സാധാരണ യൂഷ്വലി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിൽ ഓവൻ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കുക്കർ യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഇന്നത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇടുന്ന പോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇടണം, പക്ഷേ അത്രയ്ക്ക് വേണ്ട. ഒരു ബേക്കിംഗ് സോഡ ഒരു കുറച്ച് മതി, ഒരു സ്പൂണൊക്കെ മതിയാവും. ഈ ബേക്കിംഗ് സോഡ ഒരുപാടായി പോവുകയും ചെയ്യരുത്. ഇനി ഒരു എഗ്ഗ് അങ്ങനെ തന്നെ, ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു എഗ്ഗ് മതി. അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം, 1 കപ്പ്. അത് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ, ഒരു പേസ്റ്റ് രൂപത്തിൽ വരുന്നത് വരെ നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. ആവശ്യത്തിന് മാത്രം ചേർക്കുക, ഒരുപാട് കൂടിപ്പോകരുത് മിൽക്ക്. നമ്മളത്ര വല്ല ബേക്കറൊന്നും അല്ല, എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്നൊരു കേക്ക് വേണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഓൾറെഡി ഒത്തിരി പ്രാവശ്യം ഇത് പരീക്ഷിച്ച് തോറ്റതും കൂടെയാണ് കേട്ടോ. 2-3 പ്രാവശ്യം ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ഓക്കെ ആയി വന്നത്. ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നന്നായിട്ട് എഗ്ഗിൻ്റെ കണ്ടൻറ്റ് കൂടി വന്നപ്പോഴേക്കും ഒരു വ്യത്യാസം വന്നായിരുന്നു ടേസ്റ്റിന്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തു. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചു, എടുത്ത് മാറ്റി വെച്ചു. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ മതി. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തു. അത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലാണ് വെക്കാൻ പോകുന്നത്, ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ഞാൻ അതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഗീ, ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്, ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. അതിനകത്തേക്കാണ് ഞാൻ ഈ ബാറ്റർ ഒഴിക്കുന്നത് കേക്കിൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓവൻ യൂസ് ചെയ്യാണ്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുക്കർ കേക്കല്ല, കുക്കർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മളിത് കംപ്ലീറ്റ്ലി വേവിച്ചെടുക്കുന്നത്. ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ ഒരു 45 മിനിറ്റ്സ് നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഓവനൊന്നും യൂസ് ചെയ്യാണ്ട്, കുക്കർ യൂസ് ചെയ്യാണ്ട് നമ്മൾ ഈസി ആയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഒരു അടിപൊളി കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി കേക്കാണ്, ടേസ്റ്റും അടിപൊളിയാണ്. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ കേക്ക് കിടുവാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓവനൊന്നും എല്ലാവരും വീട്ടിലുണ്ടാവില്ല, അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ഇങ്ങനെ ഒരു കേക്ക് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.